നമസ്കാരം. നവീൻ ബാബുവിൻ്റെ മരണം ഏറെക്കാലമായി അതൊരു തുടർ ചർച്ചയായി മാറിയിട്ട്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണോ കൊലപാതകമാണോ തുടങ്ങിയ സംശയങ്ങളുടെ ചുരുൾ ഇതുവരെ അഴിഞ്ഞിട്ടില്ല. അതേസമയം പി ദിവ്യ എന്ന് പറയുന്ന അതിന് കാരണക്കാരിയായ മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഇപ്പോൾ പല സ്ഥാനമാനങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നു. നാളെ വീണ്ടും അവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന വാർത്തകൾ നമുക്ക് കാണാം. തുടർന്ന് അവർ നിയമസഭയിലേക്ക് വേണമെങ്കിലും മത്സരിച്ചേക്കാം എന്നുള്ള തരത്തിലും നമുക്ക് വാർത്തകൾ കേൾക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. അത്രത്തോളം വലുതാണ് പി ദിവ്യ എന്ന് പറയുന്ന സ്ത്രീക്ക് CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരിടത്തുള്ള ഒരു വലിയ പങ്ക്. നമുക്കറിയാം, ഇവിടെ പി ദിവ്യയെ ജയിലിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് സ്വീകരിക്കാനായി പോയവരുടെ കൂട്ടത്തിൽ നമ്മുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് അതിനകത്ത് എവിടെയോ ചില വിരോധാഭാസങ്ങളില്ലേ എന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു പോകുന്നത്. നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, അവിടെ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്? CBI അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത് എന്നുള്ള തരത്തിൽ വന്നു. എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെ സംഭവിച്ചതിൻ്റെ കാര്യം, എന്തുകൊണ്ട് മഞ്ജുഷ ഇങ്ങനെയൊരു പരാതി അവിടെ ഫയൽ ചെയ്യുന്നു? അതിന് നിരവധി കാരണങ്ങൾ മഞ്ജുഷയ്ക്ക് തന്നെ പറയാനുണ്ട്. ഇതൊരു ആത്മഹത്യ അല്ല, ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതകളില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി തയ്യാറെടുക്കില്ലായിരുന്നു. പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്നു അവർ തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്തുണ്ടായ കോൺട്രാഡിക്ഷൻസ് ഉണ്ട്, അതെല്ലാം നമ്മൾ വായിച്ചതാണ്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ കണ്ടതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാണാത്തതുമായ ചില കാര്യങ്ങളുണ്ട്, അല്ലേ? ഒരു 0.5 mm മാത്രം കനമുള്ള ഒരു പ്ലാസ്റ്റിക് ചരടിൽ കയറെന്ന് പറയാൻ കഴിയില്ല, ഒരു പ്ലാസ്റ്റിക് ചരടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം 0.5 mm, ഏകദേശം 1 സെൻറ്റിമീറ്റർ പോലും വ്യാസമില്ലാത്ത കനമില്ലാത്ത ഒരു കയർ, ഒരു പ്ലാസ്റ്റിക് കയറിലാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പം ആ കയറിൻ്റെ നീളം സംബന്ധിച്ചിട്ട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ഇൻക്വസ്റ്റ് നടപടിയിൽ നമ്മൾ കണ്ട അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രത്തിലെ ചോരക്കറയെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എവിടെയും പരാമർശിച്ച് കാണുന്നില്ല. ആ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. അത് പാടില്ല എന്ന് 100 ആവർത്തി അവരുടെ ബന്ധുക്കൾ പറഞ്ഞിട്ട് പോലും അവിടുത്തെ കളക്ടർ ഉൾപ്പെടെ ഒപ്പം നിന്നുകൊണ്ട് ബന്ധുക്കൾക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ ചില നാട്യങ്ങളൊക്കെ കാട്ടിക്കൊണ്ട് ആ മനുഷ്യൻ്റെ പോസ്റ്റ്മോർട്ടം പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുന്നു. കാരണം പി ദിവ്യയുടെ ഭർത്താവ് അവിടെയുണ്ട്. അങ്ങനെ അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നു. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുള്ള പല കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ അടിവസ്ത്രത്തിലുണ്ടായ രക്തക്കറ എവിടെ നിന്ന് വരുന്നു? അദ്ദേഹത്തിന് പൈൽസ് രോഗമില്ലായിരുന്നു. അങ്ങപ്പോൾ പൈൽസ് രോഗമില്ലാത്ത ഒരാൾക്ക് അടിവസ്ത്രത്തിലുണ്ടായിരുന്ന രക്തക്കറയെക്കുറിച്ച് എങ്ങും പരാമർശിച്ചു പോയിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അദ്ദേഹം തൂങ്ങിമരണം മാത്രമാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ, വളരെ സേഫായ ഒരു റിപ്പോർട്ടാണ് കൊടുത്തത്. എത്രയും വേഗം അദ്ദേഹത്തെ മലയാളപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് മതാചാര പ്രകാരം സംസ്കരിക്കുന്നു, തീ വെച്ച് നശിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ ആന്തരിക അവയവങ്ങളൊന്നും രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം അദ്ദേഹത്തിൻ്റെ രാസപരിശോധന നടക്കുന്നില്ല. രാസപരിശോധന നടക്കാതെ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു കൊലപാതകത്തിൻ്റെ എലമെൻ്റ് ഉണ്ടോ, ഒരു കൊലപാതകത്തിനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്? ഒരു സ്വാഭാവികമായും ഒരു ഭാര്യയുടെ സംശയങ്ങളാണ് ഇതെല്ലാം. ഈ സംശയങ്ങൾക്കുള്ള നിവൃത്തി ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണ്. അവർക്ക് ആ ബന്ധുക്കൾക്ക് അന്വേഷണത്തിൽ ഒട്ടും തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ, പരമോന്നത നീതിപീഠത്തെ, സംസ്ഥാനത്തിൻ്റെ പരമോന്നത നീതിപീഠത്തെ ഒരു വിധിക്കായി സമീപിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് ഇതിലൊന്നും യാതൊരു കഴമ്പുമില്ല, അത് അവരുടെ സംശയങ്ങൾ മാത്രമാണ്, ഊഹം മാത്രമാണ് എന്ന് പറയുന്നത്. ഈ അന്വേഷിച്ചാൽ അവർ ഓരോ ഊഹങ്ങളിൽ നിന്നാണല്ലോ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലേ എന്നുള്ള ഒരു ഊഹമാണല്ലോ എല്ലാ അന്വേഷണത്തിൻ്റെയും പിൻബലം നൽകുന്നത്. അല്ലാതെ ഒരു പ്രജുഡിസവുമായി അല്ലെങ്കിൽ ഒരു മുൻവിധിയുമായി ഏതെങ്കിലും ഒരു അന്വേഷണ സംഘം മുന്നോട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ചില സ്വാധീനങ്ങളുടെ പിൻബലത്തിലായിരിക്കും. അതായത് ഈ പറയുന്ന പോലെ അയാൾ തൂങ്ങി മരിച്ചതാണ്, അതാണ് വിധി, അതാണ് മുൻവിധി. ആ മുൻവിധിയിൽ നിന്നുകൊണ്ട് അതിന് വേണ്ട തെളിവുകൾ മാത്രമല്ലേ സമാഹരിക്കാൻ കഴിയുള്ളൂ.
അതേസമയം ഊഹം അദ്ദേഹം കൊല ചെയ്യപ്പെട്ടതാണ് എന്നൊരു ഊഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഊഹത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലുകൾ അല്ലെന്നുണ്ടെങ്കിൽ തെളിവുകളാണ് പലപ്പോഴും ആ കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തിച്ചേരുക. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ആ ഊഹത്തിൻ്റെ പിൻബലത്തിൽ ആ ഊഹത്തെ എങ്ങനെയാണ് മുഖവിലക്കെടുക്കുക എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. പലരും അങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ കേരള പോലീസിൻ്റെ അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ലെന്നേ. അതുകൊണ്ടാണ് ഒരു കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള നിലപാടിലേക്ക് അവരെത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട, ആ അച്ഛനെ നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥനെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വേദന മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കോടതിക്ക് കഴിയാതെ പോയി എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അങ്ങനെ അവർ എന്തായിരുന്നാലും മഞ്ജുഷ പറയുന്നത് ഇവിടെയെങ്ങും താൻ അവസാനിപ്പിക്കില്ല, ഏതറ്റം വരെയും പോകും. ഇതിനിപ്പോൾ ഇതിന് കോടതിക്ക് അല്ലെങ്കിൽ ഈ വിധിക്ക് അപ്പീൽ പോകാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. നല്ല ശരിയായ തീരുമാനം തന്നെയാണ്. ഒരുപാട് കാരണങ്ങൾ അവരുടെ ആ തീരുമാനത്തിന് പിന്നിലുണ്ട്. അതായത് വീട്ടുകാരുടെ മുന്നിൽ വെച്ച് മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാവൂ എന്ന് നിയമം അനുശാസിക്കുന്ന സാഹചര്യത്തിൽ അതിന് പോലും മുതിരാതെ അതിവേഗം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. ഇവരവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ളത് ആരുടെ വാശിയായിരുന്നു? വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം എല്ലാം നടത്തി അദ്ദേഹത്തിൻ്റെ ബോഡി റിലീസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാക്കി വെക്കണം എന്ന് എപ്പോഴെങ്കിലും മഞ്ജുഷ ഈ പറയുന്ന അവിടെയുള്ളവരോട് അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു? ഇല്ല. എന്തിനാണ് ജില്ലാ കളക്ടർ കള്ളം പറയുന്നത്? ജില്ലാ കളക്ടർ പറഞ്ഞല്ലോ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വന്നിരുന്നുകൊണ്ട് നവീൻ ബാബു കുറ്റസമ്മതം നടത്തിയെന്ന്. അങ്ങനെ ഒരു അടുപ്പമില്ലായിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ കുറ്റം പറയുകയും അദ്ദേഹത്തെ വഴക്ക് പറയുകയും ചെയ്യുന്ന ഒരു മേലുദ്യോഗസ്ഥനായിരുന്നു ജില്ലാ കളക്ടർ എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ മൊഴി തന്നെയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ആത്മബന്ധമില്ലാത്ത ഒരാളോട് അദ്ദേഹം ചെന്നിട്ടൊരു കുറ്റസമ്മതം നടത്തുമോ? അത്രയും വിശ്വസ്തനായ ഒരാൾ ഇപ്പോൾ ഒരു കുറ്റസമ്മതം നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, വിശ്വസ്തനല്ലാത്ത തന്നെ ഏത് സമയത്തും ഏതൊരവസരത്തിലും ദ്രോഹിക്കാൻ തക്കം പാർത്തിരിക്കുന്ന തന്നെ ഒരു ശത്രുസ്ഥാനത്ത് മാത്രം കാണുന്ന ഒരാളോട് പോയി നവീൻ ബാബു കുറ്റസമ്മതം നടത്തുമോ? അതാണോ മാനുഷികത? അപ്പോൾ എന്തിന് തന്നോട് കുറ്റസമ്മതം നടത്തി എന്ന് ജില്ലാ കളക്ടർ കള്ളം പറഞ്ഞു? അവിടെ ഈ ഒരു മനുഷ്യനെ അവിടെ എത്തിച്ച് അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ ജില്ലാ കളക്ടർ എന്തിനാണ് PP ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നവരെ അവിടേക്ക് വിളിച്ചു വരുത്തിയത്? എന്തിൻ്റെ ആവശ്യത്തിൻ്റെ ബലത്തിലായിരുന്നു? അവർ കാര്യം അവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രം പങ്കെടുക്കേണ്ട ഒരു ചടങ്ങിൽ ഒരു ജനപ്രതിനിധിയെ എന്തിന് വലിച്ചു കയറ്റി? അപ്പം ജില്ലാ കളക്ടർക്ക് പങ്കുണ്ട് ഇതിൽ. അപ്പോൾ ജില്ലാ കളക്ടർ എന്തിനു വേണ്ടി പലപ്പോഴും കള്ളം പറഞ്ഞു? ബന്ധുക്കൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. ബന്ധുക്കളോട് ഞങ്ങൾ നോക്കിക്കോളാം, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് എന്തിനായിരുന്നു ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അവിടെ നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഞാനെല്ലാം നോക്കിക്കോളാമെന്ന് ജില്ലാ കളക്ടർ അനാവശ്യമായ വാഗ്ദാനം ബന്ധുക്കൾക്ക് നൽകിയത് എന്തിനായിരുന്നു? എന്നിട്ടൊടുവിൽ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്ത് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എന്തിനാണ് നവീൻ ബാബുവിനെ വീണ്ടും കൊടുത്തയക്കുന്നത്? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മഞ്ജുഷ ആവശ്യപ്പെടുന്നത് ഈ CBI അന്വേഷണം വേണം. CBI കൃത്യമായി യാതൊരു രാഷ്ട്രീയ സ്വാധീനവുമില്ലാതെ കേസിനെ കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തിയതിന് ശേഷം തൻ്റെ ഭർത്താവിൻ്റെ തൂങ്ങി മരണമാണ് എന്ന് CBI വിധി എഴുതണം. അങ്ങനെ എഴുതിയെങ്കിൽ മാത്രമേ അവർ ഈ പറയുന്ന കഥകൾ വിശ്വസിക്കൂ എന്നുള്ളിടത്താണ് അവരുടെ പ്രാധാന്യം. അപ്പോൾ അവരുടെ വാദത്തിനെ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. മഞ്ജുഷ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ, മഞ്ജുഷ മുന്നോട്ട് വയ്ക്കുന്ന സംശയങ്ങളെ പൂർത്തീകരിക്കാൻ അല്ലെ ആ സംശയങ്ങൾക്കുള്ള മറുപടി നൽകാൻ ഈ അന്വേഷണ സംഘം ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ കാണുന്നില്ല. ഒന്നും നമുക്ക് വായിച്ചെടുക്കാനും കഴിയുന്നില്ല. ഒടുവിൽ അവർക്ക് നിരാശയായി മടങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ദാരുണമായ അവസ്ഥ. തങ്ങളുടെ എല്ലാമായിരുന്ന ഒരു കുടുംബനാഥൻ നഷ്ടപ്പെട്ടു. ആ വേദനയിൽ നിൽക്കുന്നവരാണ് അവർക്ക് ഡെപ്യൂട്ടേഷൻ കിട്ടിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 കുട്ടികൾക്ക് അവരുടെ അച്ഛനെ നഷ്ടപ്പെട്ടു. ഈ കാര്യങ്ങളാണ് ശരിക്കും നീതിപീഠം പരിഗണിക്കേണ്ടത്. ഇവിടെ പറയുന്ന DIG യതീഷ് ചന്ദ്ര പുതുതായി കണ്ണൂർ ചുമതലയേൽക്കുന്നു. അദ്ദേഹത്തിനാണ് അത്രയും അന്വേഷണത്തിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഈ കൃത്യമായി അന്വേഷണത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് ഹൈക്കോടതി വിശ്വസിക്കുന്നത്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചുമതല അദ്ദേഹത്തിനാണുള്ളത്. മേലുദ്യോഗസ്ഥർ കൃത്യമായി ഈ കേസിനെ കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണത്തെ കേസിനെ നിരീക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം വേണ്ട രീതിയിൽ ഈ കേസിനെ നല്ലൊരു ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ്
കോടതിയുടെ നിർദ്ദേശം. അതായത് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിൽ യാതൊരു തെറ്റുമില്ല. DIG ആയി വരുന്ന യതീഷ് ചന്ദ്ര കൃത്യമായി കേസ് അന്വേഷിക്കും. മേലുദ്യോഗസ്ഥരുടെ ഒരു നിരീക്ഷണം ഈ കേസിൻ്റെ മുകളിൽ എല്ലായ്പ്പോഴും ഉണ്ടാകും. ഇങ്ങനെ തോന്നുമ്പോൾ ഇവരുടെ എല്ലാ കാര്യങ്ങളിലും, അതായത് മഞ്ജുഷ ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഇതോടുകൂടി ഒരു ഉത്തരം ലഭിക്കും എന്നും തന്നെയാണ് കോടതി പറയുന്നത്. പക്ഷേ മഞ്ജുഷ അങ്ങനെയൊന്നുമല്ല. മഞ്ജുഷ ഇതിന് അപ്പീൽ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതറ്റം വരെയും പോകും. തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് കാരണം എന്താണ്, അല്ലെങ്കിൽ ആരാണ് കാരണക്കാർ എന്നറിയും വരെ, ഏതറ്റം വരെ വേണേലും നിയമ പോരാട്ടം നടത്തുമെന്നുള്ള ഒറ്റക്കാലിൽ തന്നെയുള്ള നിൽപ്പാണ് മഞ്ജുഷ നിൽക്കുന്നത്. Turning on the grain again, the bells began to chime. In time, she says, there's no turning back. Keep your eyes on the tracks and through the feet. ഒരേയൊരു കരസ്പർശം, സംതൃപ്തിയുള്ള 1 കോടി പുഞ്ചിരി. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. പുഞ്ചിരിക്കുന്ന 1 കോടി കസ്റ്റമേഴ്സ്.